ഇസ്രായേലും അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം മിഡിൽ ഈസ്റ്റിനെ ഒന്നാകെ ബാധിച്ചിരിക്കുന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. മിഡിൽ ഈസ്റ്റിലുള്ള ഓരോ രാജ്യങ്ങളും ഈ പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്, പൂർണ്ണമായിട്ടും ഈ വിഷയത്തിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. നേരത്തെ ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇറാൻ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു, ഈ ആക്രമണം ഉണ്ടായാൽ മേഖലയിൽ ഒന്നാകെയുള്ള യുദ്ധമായിട്ട് മാറും, ഇത് മേഖലാ യുദ്ധമായിട്ട് മാറുമെന്ന്. ആ കാര്യം സ്ഥിരീകരിക്കുന്ന, ആ കാര്യം ഉറപ്പാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങളെ ഇതെങ്ങനെ ബാധിക്കുന്നു എന്നാണ്. ഇന്നത്തെ ആക്രമണം ബഹ്റൈനിൽ ഉണ്ടായിട്ടുണ്ട്. ബഹ്റൈനിലെ അമേരിക്കയുടെ 5ാം പടക്കപ്പലിന്റെ സൈനിക താവളം സമ്പൂർണമായിട്ടും ഇറാൻ നശിപ്പിച്ചിരിക്കുകയാണ്. മറ്റൊന്ന് ഇവിടെ ഖത്തറിൽ ഉണ്ടാകുന്ന വ്യോമാക്രമണമാണ്. അൽ ഹുദൈദ് എന്ന അവരുടെ സൈനിക താവളത്തിന് നേരെ നടത്തിയ ആക്രമണങ്ങൾ ഇന്ന് മറ്റു പല മേഖലകളിലേക്കും അമേരിക്കയുടെ ഈ ഖത്തറിന്റെ ഗ്യാസ് പ്ലാന്റേഷൻ അടക്കം ബാധിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. നെ സംബന്ധിച്ചിടത്തോളം യിലെ റാസൽ ഖൈമയിൽ ഒരു സയനിസ്റ്റ് അല്ലെങ്കിൽ ഈ അമേരിക്കയുടെ ഇൻവെസ്റ്റ്മെന്റ് പ്രധാനമായും പ്രവർത്തിക്കുന്ന ബിസിനസ് ഹെഡായി പ്രവർത്തിക്കുന്ന സമുച്ചയത്തിന് നേരെ, കെട്ടിടത്തിന് നേരെയുണ്ടായ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബഹ്റൈനിലും ഇങ്ങനെയുള്ള അവരുടെ സൈനിക മേധാവികൾക്ക് സംരക്ഷിക്കുന്ന കൊട്ടാരങ്ങൾക്ക് അവിടെയും ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ബിൽഡിങ്ങുകൾക്ക് ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്ന് റിയാദിലെ അമേരിക്കൻ സൈനിക മേധാവികൾ താമസിക്കുന്ന പ്രധാനപ്പെട്ട അവിടുത്തെ ഹോട്ടൽ സമുച്ചയം, അവിടെയും ഇറാനിയൻ ഡ്രോണുകളും മിസൈലുകളും ആക്രമണം നടത്തിയിട്ടുണ്ട്. ഓയിൽ റിഫൈനറിയിൽ സൗദി ആരാംകോ എന്നുള്ളത് സൗദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓയിൽ റിഫൈനറിയാണ്. ഇവിടെയും ഇറാൻ ആക്രമണം നടക്കുകയും സമ്പൂർണ്ണമായിട്ട് കത്തി നശിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കുവൈത്തിലേക്ക് വന്നാൽ കുവൈത്തിലെ അമേരിക്കയുടെ എയർബേസുകൾ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇറാഖിലും ഇത് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കുവൈത്തിൽ നിന്നും പറന്നുയരുന്ന അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളെ വെടിവെച്ചിട്ടുകൊണ്ട് അല്ലെങ്കിൽ ആ യുദ്ധവിമാനങ്ങളെ തകർക്കുന്ന ഒരു നടപടിയും ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഇങ്ങനെ സമ്പൂർണമായിട്ടും ഗൾഫ് റീജിയനെ ബാധിച്ചിരിക്കുകയാണ് യുദ്ധം എന്നുള്ളത്. പ്രത്യേകിച്ചും അമേരിക്ക ഇപ്പോൾ ഗൾഫ് റീജിയനെ ഉപേക്ഷിച്ച് ഇസ്രായേലിനെ മാത്രം സംരക്ഷിക്കുകയാണെന്നുള്ള ഒരു പരാതി അല്ലെങ്കിൽ അത്തരം ഒരു കാര്യങ്ങൾ സൗദി അറേബ്യയുടെ പ്രധാനപ്പെട്ട മിനിസ്റ്ററി ലെവലിലുള്ള ആളുകളിൽ നിന്നുണ്ടാവുന്നുണ്ട്. അവർ അൽ ജസീറയുടെ അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇസ്രായേലിന് പ്രധാനപ്പെട്ട സുരക്ഷിത താവളം ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഗൾഫ് റീജിയണിലുള്ള രാജ്യങ്ങളെ അമേരിക്ക നിലവിൽ നോക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ പരിഗണിക്കുന്നില്ല, അവരുടെ സുരക്ഷ നോക്കുന്നില്ല എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത്. പ്രത്യേകിച്ചും മിഡിൽ ഈസ്റ്റ് എന്നുള്ളത് ലോക സമ്പദ് വ്യവസ്ഥയെ താറുമാറാക്കുന്ന രീതിയിലേക്കായിരിക്കും ഈ ആക്രമണങ്ങൾ തുടർന്നാൽ സംഭവിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമായിട്ടും നവൽ ബേസ് അല്ലെങ്കിൽ എയർ ബേസ്, ഇവരുടെ അമേരിക്കയുടെ സൈനിക താവളങ്ങളാണ് ലക്ഷ്യമായിരുന്നെങ്കിൽ ഇപ്പോൾ അതിൻ്റെ പരിധി മറികടന്നുകൊണ്ട് അവരുടെ ബിസിനസ് കേന്ദ്രങ്ങൾ, അവരുടെ വ്യാപാര കേന്ദ്രങ്ങൾ, അവർക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള സ്ഥലങ്ങൾ, അത് ഓയിൽ റിഫൈനറി ആയാലും ഗ്യാസ് റിഫൈനറി ആയാലും അല്ലെങ്കിൽ മറ്റുള്ള ബിസിനസ് ഹെഡ്ക്വാർട്ടേഴ്സുകളായാലും അവരുടെ മുഴുവൻ അവരെ താമസിപ്പിക്കുന്ന ഹോട്ടലുകൾ, അവരുമായി ബന്ധപ്പെട്ട മുഴുവൻ സ്ഥലങ്ങളും ഇപ്പോൾ ഈ ഇറാന്റെ ആക്രമണങ്ങളുടെ പരിധിയിലാണ്. മറ്റൊന്ന്, ഈ ആക്രമണങ്ങളുടെ തോത് നിശ്ചയിക്കുന്നത് ഈ പരമോന്നത നേതാവിൻ്റെ വധത്തിന് ശേഷം, അയത്തുള്ള അലി ഖമേനിയുടെ രക്തസാക്ഷിത്വത്തിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട ആക്രമണത്തിന് ഉപയോഗിക്കപ്പെട്ട മുഴുവൻ സ്ഥലങ്ങളുടെയും ലിസ്റ്റുകൾ ഇറാൻ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ അമേരിക്കൻ ഇസ്രായേലി ആക്രമണങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള ബേസ് ക്യാമ്പുകൾ, അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, അവരതിനുപയോഗിച്ചിട്ടുള്ള ഇന്ധനം നിറക്കാനൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ, ഇങ്ങനെ തുടങ്ങിയ അതൊക്കെ ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത് അവിടെ മുഴുവൻ ആക്രമണം നടത്തുന്ന രീതിയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇത് ചൈനീസ് ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെയാണ്
ഇറാൻ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ആ നടപടികൾ, അതിൻ്റെ ഡീറ്റെയിലിംഗിലേക്ക് ഇറാൻ കടന്നിരിക്കുകയാണ്. ഇതിനെ തുടർന്നാണ് ഗൾഫ് റീജിയണിലുള്ള ഈ ഒരു മേഖലയിലെ പ്രധാനപ്പെട്ട സൗദിയും ഖത്തറും കുവൈത്തും ബഹ്റൈനും UAEയും അടക്കമുള്ള രാജ്യങ്ങളിൽ നടക്കുന്ന ഇപ്പോഴത്തെ ആക്രമണം എന്നുള്ളത്. ഇനി ഈ രാജ്യങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള നടപടികൾക്ക് തിരിച്ച് നടപടികൾ സ്വീകരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അത് ഗുരുതരമായ കാര്യങ്ങളിലേക്ക് വീണ്ടും കൊണ്ടുപോകും. നിലവിൽ നടക്കുന്ന സാഹചര്യങ്ങൾ മുൻനിർത്തി ഇറാനെതിരെ തങ്ങളുടെ ഭൂമി ഉപയോഗിച്ചു കൊണ്ടതുള്ള സ്വാഭാവികമായിട്ടുള്ള പ്രതികരണമായിട്ടാണ് ഇറാൻ ഇതിനെ വ്യക്തമാക്കുന്നത്. ഈ രാജ്യങ്ങളോട് ഒരിക്കലും ശത്രുതയില്ല എന്ന് ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ തങ്ങൾക്കെതിരെ ഉപയോഗിച്ച തങ്ങളുടെ പരമോന്നത നേതാവിനെ ആക്രമിച്ച സ്ഥലങ്ങൾ, അത്തരം സ്ഥലങ്ങൾ എന്നുള്ളത് അത് തങ്ങളുടെ ലക്ഷ്യങ്ങളുടെ പരിധിയിലായിരിക്കും. ഇതാണ് നടക്കുന്നത് എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. എന്നാൽ ഇവിടെ ഇപ്പോൾ ഇത്തരം ഒരു ആക്രമണം നടക്കുമ്പോൾ അതിന് മറുപടിയായി GCC രാജ്യങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള തിരിച്ചടികൾ ഇറാനിനെ കേന്ദ്രീകരിച്ച് നടത്തിയാൽ തിരിച്ചത് മേഖലാ യുദ്ധമായിട്ട് മാറും. അങ്ങനെ സംഭവിച്ചാൽ മിഡിൽ ഈസ്റ്റിന്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ തന്നെ തകരുന്ന അവസ്ഥയുണ്ടാകും. ആ തകരുന്ന അവസ്ഥ ഉണ്ടാവാതിരിക്കാനുള്ള കരുതൽ മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. കാരണം വീണ്ടും എസ്കലേറ്റ് ചെയ്യുന്ന വലിയ യുദ്ധങ്ങളിലേക്ക് ഇത് മാറിയാൽ, ഈ പരിമിതമായ ആക്രമണങ്ങളിൽക്കപ്പുറമുള്ള യുദ്ധങ്ങളിലേക്ക് മാറിയാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക ഈ രാജ്യങ്ങളെ തന്നെയാണ്. വലിയ സാമ്പത്തിക രാജ്യങ്ങളാണ്. നിലവിൽ ഈ രാജ്യങ്ങളെ അവസ്ഥ എന്നുള്ളത് അമേരിക്കയെ വിശ്വസിച്ചാണ് ഇവിടുത്തെ ഡിഫൻസ് സിസ്റ്റം വർക്ക് ചെയ്യുന്നതും അവിടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതും. പക്ഷേ അമേരിക്ക നിലവിൽ ഈ മിഡിൽ ഈസ്റ്റിലുള്ള തങ്ങളുടെ സഖ്യകക്ഷി രാജ്യങ്ങൾക്ക് പകരം ഇസ്രായേലിനെ പ്രധാനമായിട്ടും സംരക്ഷിക്കുന്ന തിരക്കിലാണ് എന്നതാണ്. അതിനിടയിലാണ് ഈ രാജ്യങ്ങളിൽ നിരന്തരമായ ആക്രമണം നടത്തുന്നത്. ഈ രാജ്യങ്ങളുടെ എയർബേസുകൾ ഈ നേരത്തെ ഇസ്രായേലിനെതിരെയുള്ള ആക്രമണങ്ങൾ തടുക്കാൻ ഉപയോഗിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ കുറഞ്ഞു വരികയാണ്. അതായത് ഇസ്രായേലിനെ കൂടുതൽ ലക്ഷ്യം വെക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇറാൻ ഈ മേഖലയിലുള്ള കാര്യങ്ങളെ വരുത്തി എന്നാണ് ഇത് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും ചൈനീസ് ഉപഗ്രഹങ്ങളുടെ സഹായങ്ങൾ, ചൈനയുടെ വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ഇറാനിയൻ ആക്രമണത്തിന് മുതൽക്കൂട്ടാവുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പരമോന്നത നേതാവിൻ്റെ കൊലപാതകത്തിന് ശേഷം, ആ ഒരു രക്തസാക്ഷിത്വത്തിന് ശേഷം ഇറാനിലെങ്ങും ജനങ്ങൾ തെരുവിലിറങ്ങുകയും പ്രതികാരം വേണമെന്ന് അതിശക്തമായി ആവശ്യപ്പെടുകയും ചെയ്യുന്നതോടുകൂടി ചർച്ചയുടെ വാതിലുകൾ അടഞ്ഞുകിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു നിലക്കും ഇറാനെ സമീപിക്കാൻ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് അലി ഖമേനിയുടെ രക്തസാക്ഷിത്വം തന്നെയാണ്. മേഖലയിൽ ഒന്നാകെ തീ പിടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് ഈ നടപടിയാണ് എന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്നുള്ളത്.